ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോൻ്റെ പ്ലഷറാണ്. ടെസ്റ്റ് വർക്ക് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ബാക്കിയത്തെ ടെസ്റ്റ് വർക്കുമായി ബന്ധപ്പെട്ട് ബോഡി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താണ്. അതിനുശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ട് ആവുന്നില്ല, കംപ്രഷൻ ലീക്കാണ്. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അഴിച്ചാണ്. ചെക്ക് ചെയ്യാൻ വേണ്ടി അഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഈ ഹെഡിനകത്തൊക്കെ കരി കയറിയാണുണ്ടോ, നല്ല രീതിയിൽ കാർബൺ ഡെപ്പോസിറ്റ് നല്ല രീതിയിലുണ്ട്. അപ്പോൾ നമ്മൾ നിലവിൽ അങ്ങനത്തെ ഒരു കംപ്ലയിൻ്റ് ഒന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് നമ്മൾ എസ്റ്റിമേറ്റ് ഇട്ടപ്പോൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുമില്ല. കാരണം എന്താ വെച്ചാൽ വണ്ടി ഓടി വന്ന വണ്ടിയാണ്. ഇതിപ്പോൾ നമ്മളിപ്പോൾ കുറേ ദിവസങ്ങൾ വണ്ടി പെയിൻറ്റിങ്ങിലൊക്കെ ആയിരുന്നല്ലോ, അപ്പോൾ ഉപയോഗിക്കാണ്ടൊക്കെ ഇരുന്നപ്പോൾ ഇതേ കരി പൊടിഞ്ഞു പോലെ വന്നതിനുണ്ടോ. ഇത് നേരെ കയറി എൻ്റെ വാൽവിനകത്തേക്ക് വന്നിട്ട് വാൽവ് ബെൻഡായി പോയേക്കുക. അപ്പോൾ ഈ വാൽവ് അസംബ്ലി മാറ്റിയിട്ട് വാൽവ് സീറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട്. അതിനകത്ത് ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം സിലിണ്ടർ ബോർ ചെയ്തിട്ടാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 100% പെർഫെക്ഷൻ ഒന്നും പ്രതീക്ഷിക്കേണ്ട. കാരണം ഓയിൽ കത്താനുള്ള സാധ്യത, പുകയുടെ പ്രശ്നമൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിലവിലെ സിലിണ്ടറിൽ ബെസ്റ്റിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ബോർ ചെയ്തേക്കണത് കൊണ്ട് തന്നെ കംപ്ലയിൻറ്റ്സ് വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇപ്പം നിലവിൽ സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ള കേസ് റെഡി ആക്കണമെങ്കിൽ നമുക്കിപ്പോൾ ഈ വാൽവ് ഒന്ന് മാറ്റിയിട്ട് സീറ്റ് ചെയ്ത് റീസെറ്റ് ചെയ്യാം കേട്ടോ. ഇത് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കേസാണ്. എസ്റ്റിമേറ്റ് അടക്കം നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല, നമ്മൾ അല്ലാതെയുള്ള എസ്റ്റിമേറ്റാണ് പറഞ്ഞേക്കണേ. ഇത് ബാക്കിയത്തെ വർക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വരുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ടിങ് പ്രോബ്ലം കാണിച്ചത് കൊണ്ടാണ് നമ്മളിത് അഴിക്കേണ്ടി വന്നത്. കാരണം വണ്ടി വണ്ടി സ്റ്റാർട്ടായിട്ട് നിൽക്കും, വണ്ടി അങ്ങോട്ട് ഓഫായി പോകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്രഷൻ ലീക്കാണ്, ഈ വാൽവ് വെൻ്റ. അതാണ് എൻ്റെ കംപ്ലയിൻറ്റ് കേട്ടോ. അപ്പോൾ അതുകൂടി വന്നപ്പോൾ അതല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം തീർന്നു പോകേണ്ട വണ്ടിയാണ്. ഇനിയിപ്പോൾ ഇത് രണ്ടാമതിനിപ്പോൾ ലേറ്റിലൊക്കെ കൊണ്ടുപോയി സെറ്റ് ചെയ്തൊക്കെ കൊണ്ടുവരാം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു താമസം വരും. പറഞ്ഞേക്കണ ടോട്ടൽ എമൗണ്ടിലും വ്യത്യാസം വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്കിൻ്റെയൊക്കെ പൈസ അഡീഷണലായിട്ട് നമുക്ക് വരാം. ലെയ്ത്ത് എമൗണ്ട് വരും, നമുക്ക് അതിനകത്ത് ലേബർ ചാർജ് തന്നെ വ്യത്യാസം വരും. നമുക്ക് എഞ്ചിൻ ഫുള്ളായിട്ട് അഴിച്ച് ചെയ്യേണ്ട കേസാണ് അതൊക്കെ. അപ്പോൾ അത് അറിഞ്ഞിരിക്കുക. ഞാൻ വർക്ക് കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ച് കോൺടാക്റ്റ് ചെയ്തോളാം. നിലവിൽ ഇതാണ് അവസ്ഥ. അപ്പോൾ പരമാവധി കിട്ടുന്നതിനനുസരിച്ച് പരമാവധി നേരത്തെ നമുക്ക് തരാനായിട്ട് പറ്റും. ഓക്കെ, ഈ ഒരു കംപ്ലയിൻറ്റ് വന്നില്ലായിരുന്നെങ്കിൽ വണ്ടി നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ വണ്ടി ബില്ലാക്കാമായിരുന്നു. പക്ഷേ ആ രീതിയിൽ നിങ്ങൾക്ക് തന്നു വിട്ടിട്ടും കാര്യമില്ല, കാരണം സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിരിക്കും എപ്പോഴും. അപ്പോൾ അതുകൊണ്ടാണ് അഴിച്ചേക്കണം കേട്ടോ. ഓക്കെ, ഇതിനകത്ത് ഈ ശ്രദ്ധിക്കേണ്ട കേസ് ഇതാണ് കേട്ടോ. ഇത് ഒരു പ്രാവശ്യം റിപ്പയർ ചെയ്തിട്ടാണതാണ് ഈ സിലിണ്ടർ, പഴയ സിലിണ്ടർ പുതിയ പിസ്റ്റൺ ഇട്ടിട്ട് ബോർ ചെയ്തിട്ടാണ്. അപ്പോൾ അത് അറിഞ്ഞിരിക്കുക. ഇപ്പോൾ നമ്മൾ ചെയ്യണതിൻ്റെ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. പിന്നീട് പുക വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് ചെയ്തത് കൊണ്ട് വണ്ടിക്ക് പുക വന്നു എന്നൊന്നും പറയരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെയാണ് അതിൻ്റെ ഇപ്പോൾ നിലവിൽ കിടക്കണേ. ഇപ്പം ഞാനിപ്പോൾ അഴിച്ചേക്കണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ വാൽവ് ബെൻഡായേക്കണ കൊണ്ട് അത് റിപ്പയർ ചെയ്ത് കയറ്റണം, എന്നാലാണ് വണ്ടി കറക്റ്റായിട്ട് സ്റ്റേബിളായിട്ട് നിൽക്കുള്ളൂ. അതിന് വേണ്ടി മാത്രമാണ് നമ്മളിപ്പോൾ അഴിച്ചേക്കണത് കേട്ടോ. കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കാം. പിന്നീട് എൻ്റെ മേലിലെ പഴി ഇടരുത്, ഞാൻ ചെയ്തത് കൊണ്ട് ഇങ്ങനെ വന്നു എന്നൊന്നും പറയരുത്. ഇനി അതല്ലെങ്കിൽ പിന്നെ സിലിണ്ടർ കിറ്റേപ്പാടി ഒരുമിച്ച് മാറ്റി പുതിയത് വെക്കണം. അതായിട്ട് നമുക്ക് അത്യാവശ്യം എമൗണ്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാം കൂടി വരുമ്പോൾ നല്ലൊരു പൈസ വരുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ കംപ്ലയിൻറ്റ് കാണിച്ച ആ ഭാഗം മാത്രം റെഡിയാക്കി കയറ്റണം കേട്ടോ. അറിഞ്ഞിരിക്കുക. ലാസ്റ്റ് ഒരു മെക്കാനിക്കൽ നിലയിൽ എൻ്റെ തലയൊക്കൊന്നും ഇടരുത്. പ്രത്യേകം എടുത്ത് പറയേണ്ട കാരണം നമ്മളിപ്പോൾ ടെസ്റ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ അത്യാവശ്യം എമൗണ്ട് വരും. അത്ര പൈസ കൊടുത്ത് ചെയ്തതാണ്. അതിന് ശേഷം ഈ കംപ്ലയിൻറ്റ് വന്നു എന്നൊക്കെ പറഞ്ഞാൽ നമുക്കായാലും മാനസികമായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. വണ്ടിയുടെ കംപ്ലയിൻ്റ് ആണ്, അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇപ്പോൾ ഞാൻ അതിൻ്റെ വർക്ക് തീരുന്നതിൻ്റെ അനുസരിച്ചിട്ട് കോൺടാക്റ്റ് ചെയ്യാം. ഇനി ബില്ലിൽ എത്ര വേരിയേഷൻ വന്നേന്നുള്ള കേസ് ഇപ്പോൾ ലേറ്റിൽ പോയി വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ.